കാരണം വയനാട് വൈത്തിരിയിലും കടുവാ സാന്നിധ്യമെന്ന സംശയം. ദേശീയപാതയുടെ 200 മീറ്റർ മാറി അറമല ഭാഗത്താണ് കടുവയെ കണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട് ചെയ്യുന്ന സുർജിത്ത്, പഞ്ചാരക്കൊല്ലെ നരഭോജി കടുവയുടെ ഭീതി ഒഴിയും മുമ്പ് മറ്റൊരു സ്ഥലത്ത് അതിർത്തിയിൽ തന്നെ ഏകദേശം വയനാട്ടിൽ വൈത്തിരിയിൽ കടുവയിറങ്ങുന്ന വാർത്ത വരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാക്കാനാകുന്നത്? പരിശോധനയിൽ ഔദ്യോഗികമായ വനംവകുപ്പ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സ്ഥിരീകരണം തരുന്നുണ്ടോ? ഇന്ന് 7:15 കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ അറമല എന്ന് പറയുന്ന ഈ പ്രദേശം ദേശീയപാതയുടെ 200 മീറ്റർ മാത്രം മാറിയുള്ള ലക്കിടിയിലെ പ്രദേശമാണ്. അവിടെയാണ് കടുവയെ കണ്ടിട്ടുള്ളത്. കടുവയെ നിഷാദ് എന്ന് പറയുന്ന ആ പ്രദേശവാസിയായിട്ടുള്ള ഒരാൾ ബൈക്കിൽ പോകുമ്പോഴാണ് കടുവ റോഡരികിൽ നിൽക്കുന്നത് കണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ജനപ്രതിനിധികൾ അടക്കമുള്ളവർ അവിടെയുണ്ട്. അവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ്. നേരത്തെയും സമാനമായ രീതിയിൽ ഈ ലക്കിടിയുടെ പല ഭാഗങ്ങളിലും കടുവയുടെ സാന്നിധ്യം കണ്ടിട്ടുണ്ട്. അതായത് ഈ പെരുന്തട്ടയിൽ നേരത്തെ ചുണ്ട ഭാഗത്ത് ഒരു കടുവയും 3 കുഞ്ഞുങ്ങളും ഇറങ്ങിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് വലിപ്പമെത്തിയ കുഞ്ഞുങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവിടുത്തെ വാർഡ് മെമ്പർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവിടെ സ്ഥലത്തുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് കടുവ ഇറങ്ങി എന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്ഥിരീകരണം വനംവകുപ്പ് നൽകുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രദേശവാസികൾ ആരെങ്കിലും ഒരാൾ കണ്ടത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായ കാര്യം? ഇപ്പോ ഇന്ന് കൃത്യം 7:45 അതായത് ദേശീയപാതയിൽ നിന്നും 200 മീറ്റർ മാത്രം മാറിയ സ്ഥലത്ത് അറമല പ്രദേശത്തേക്ക് പോകുന്ന വഴിക്ക് കടുവ റോഡ് കുറുകെ ചാടുന്നത് നിഷാദ് എന്ന് പറയുന്ന ഈ പ്രദേശത്തൊരു ചെറുപ്പക്കാരൻ കാണുകയും ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയാണ് ചെയ്തത്. ഇതേ കടുവ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായി 5 തവണ ഇവിടെ കണ്ടിട്ട് റേഞ്ചറെയും DFOയും ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ അറിയിച്ചപ്പോഴും അവരുടെ ഭാഷയിൽ അവർ പറയുന്നത് ഞങ്ങൾക്ക് ക്യാമറയിൽ പതിയണം, ഞങ്ങൾക്ക് കാണാൻ കഴിയണം, എങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നു. അങ്ങനെ അവരെ ഇടപെടാൻ പ്രയാസം കാണിച്ചതിന്റെ ഭാഗമായി ഇവിടെ അമ്മമാരും കുഞ്ഞുങ്ങളും കാരണവർ എല്ലാവരും ചേർന്നുകൊണ്ട് ഞങ്ങൾ ഫോറസ്റ്റിന്റെ വണ്ടി അടക്കം തടഞ്ഞ് ഈ അറമല പ്രദേശത്ത് നിൽക്കുകയാണ്. അത് നിലവിൽ നിങ്ങൾ അവിടെ കടുവയുണ്ടെന്ന് പറയുമ്പോൾ വനം വകുപ്പ് അതിന്റെ ഗൗരവത്തിൽ ഗൗനിക്കുന്നില്ല എന്നാണോ നിങ്ങളുടെ ആക്ഷേപം? തീർച്ചയായും വനം വകുപ്പ് ദിവസങ്ങളോളമായി ഞങ്ങൾ ഈ വിഷയം ആവശ്യപ്പെടുന്നു. ഇതിന് കുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കുന്ന സ്ഥലത്ത് കണ്ടു. ടവർ ലൈൻ നന്നാക്കാൻ വേണ്ടി റിപ്പയറിന് വന്ന ബന്ധപ്പെട്ട KSCBയുടെ ഉദ്യോഗസ്ഥന്മാർ ഇതിനെ കണ്ട് പേടിച്ചു ഓടി. അവരെടുത്ത വീഡിയോ അടക്കം പുറത്തു വന്നപ്പോ അത് പ്രചരിപ്പിച്ച കുട്ടികളെ കേസെടുക്കുമെന്ന് പറഞ്ഞ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരടക്കം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തുണ്ട്. അവർക്കാണ് ഈ നാട്ടിലെ മനുഷ്യന്റെ ജീവനോ സ്വത്തോ സംരക്ഷിക്കുന്നതിന് ന്യായവാദങ്ങൾ മാത്രമാണ് ഉന്നയിക്കുന്നത്. ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. ബന്ധപ്പെട്ട DFO അടക്കം ഈ പ്രദേശത്ത് വരികയും ഞങ്ങളുടെ ജീവന് സുരക്ഷ നൽകാതെ ഞങ്ങൾ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. അതായത് കഴിഞ്ഞ കുറച്ച് സമീപ ദിവസങ്ങളിലായി നിരന്തരം ഈ കടുവാ സാന്നിധ്യമുണ്ടെന്ന് നിങ്ങൾ വനം വകുപ്പിനെ അറിയിക്കുന്നുണ്ട്. ഇന്ന് മാത്രമല്ല, കണ്ടതിന് മുമ്പും. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതേ കടുവയുടെ സാന്നിധ്യം പല ഘട്ടങ്ങളിലായി പല ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ടല്ലേ? നേരിട്ട് കാണുകയും ഇതിനെ കണ്ട ആൾക്കാർ കൃത്യമായി വിവരം പറയുകയും ആ വിവരം കൃത്യമായി കൈമാറിയപ്പോൾ ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്ന് സ്ഥലത്ത് നോക്കി സാധാരണ ആനയെ വന്ന് ഓടിക്കാൻ വരുന്നത് പോലെ ഓടിക്കുന്ന ഒരു രീതിയാണ് കാണിച്ചിരിക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ ഈ മനുഷ്യന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ യാതൊരു വിധത്തിലും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പഞ്ചായത്ത് മെമ്പറാണ് ജ്യോതിഷ് കുമാറാണ്. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് നന്ദി. നിങ്ങളുടെ നാട്ടുകാരുടെയും ആകുലത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ ആകുലത അതേപടി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. വനം വകുപ്പ് അധികാരികൾ ഇതിൽ ശ്രദ്ധ ചെലുത്തണം. ഒരു ദേശത്തിന്റെ, ഒരു പ്രദേശത്തിന്റെ നാട്ടുകാരുടെ ഭീതിയാണ്, അവരുടെ ജീവിക്കാനുള്ള ഭയാശങ്കയോടെ ജീവിക്കേണ്ടി വരുന്ന ഗതികേടിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ ദിവസങ്ങളായി ഇത്തരത്തിൽ കടുവാ സാന്നിധ്യമുണ്ടെന്ന് പലരും പ്രദേശവാസികൾ കാണുന്നുണ്ട്. ഇപ്പോൾ സുർജിത്ത് നമ്മോടൊപ്പം ചെയ്യുന്നു. സുർജിത്ത്, ഇന്ന് കണ്ടതല്ല, കഴിഞ്ഞ 5-6 ദിവസങ്ങളായി പലരും ഈ കടുവയെ കണ്ടതായി പല രീതിയിൽ വനം വകുപ്പിനെ അറിയിച്ചിട്ടും കാര്യമായ ഗൗരവമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉയർത്തുന്നത്. നമുക്ക് ഒരു ഉദാഹരണമായി പഞ്ചാരക്കുള്ളിലെ കടുവ നമ്മുടെ മുമ്പിലുണ്ട്. രാധ എന്ന പാവസ്ത്രീയുടെ ജീവൻ നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തരത്തിലൊരു അനാസ്ഥ വനം വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നൊരു വിമർശനം കൂടി അവർക്കുണ്ട്. സുഹൈൽ, തീർച്ചയായും എന്തായാലും അവരുടെ ആ പ്രദേശവാസികളുടെ ഭയാശങ്ക തന്നെയാണ് ആളുകളെല്ലാം തന്നെ അവതരിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, നേരത്തെയും ഈ മേഖലയിൽ കടുവാ സാന്നിധ്യമുണ്ട് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണമുണ്ട്. കാരണം ഈ ഒരുപക്ഷെ ഈ പെരുന്തട്ട ഭാഗത്ത് ചുണ്ട ഭാഗത്ത് ഇറങ്ങിയ 4 കടുവകൾ, അതൊരു തള്ളക്കടുവയും 3 കുട്ടിക്കടുവകളുമാണ് ഇറങ്ങിയത്. ഭീമൻകൂട മേഖലയിൽ സ്ഥാപിച്ചതാണ്. അത് പശുവിനെ കൊന്ന് തിന്നുന്ന അവസ്ഥയുണ്ടായിരുന്നു. അത്തരത്തിൽ ഭീമൻകൂട് സ്ഥാപിച്ചു. ആ കടുവകളിൽ ഏതെങ്കിലും ആകാം എന്നുള്ള സംശയമുണ്ട്. അവിടെ നേരത്തെ KSCB ഉദ്യോഗസ്ഥർ ലൈൻ റിപ്പയർ ചെയ്യാൻ
വേണ്ടി കയറിയ ഘട്ടത്തിൽ താഴെ കടുവയെ കണ്ടിരുന്ന ഒരു അനുഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായതായി പറയപ്പെടുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള അനുഭവങ്ങളുടെ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. ഇതിനിടെ പ്രദേശവാസികൾ പലരും പല ഘട്ടങ്ങൾ കടുവയെ കണ്ടെന്ന് അങ്ങേയറ്റം ഭീതിയോടുകൂടി ഭയത്തോടുകൂടി വനം വകുപ്പ് അധികൃതരെ അറിയിക്കുമ്പോഴും കാര്യമായ ഇടപെടലുകൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇവരുടെ പരാതികൾ കാര്യമായി ഗൗനിക്കുന്നില്ല എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ നാട്ടുകാർക്ക് പ്രദേശവാസികൾക്കുണ്ട്. അവരെ ഇപ്പോൾ അവിടെ പ്രതിഷേധത്തിന്റെ രീതിയിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. തുടർച്ചയായി കടുവാഭീതിയിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് വയനാടൻ ജനത. സുജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.